ഈ കാണുന്ന വികസനങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ഈ ബേപ്പൂരിൽ തന്നെ നമ്മൾ വലിയൊരു ഫെസ്റ്റിവൽ കേരളം അങ്ങോളം അറിയുന്ന ഒരു ഫെസ്റ്റിവൽ നടത്തുന്നു. വികസനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് വള്ളംകളിയും മറ്റേ ഇത് ബോട്ട് റേസിംഗ് മാത്രമേ ഉള്ളൂ, വേറെ വികസനമൊന്നുമില്ല. ഈ മറ്റേ റീൽസ് എടുത്തിട്ട് വിടാനുള്ള വികസനം വേറെ ഒന്നുമില്ല. സുഖമായിട്ട് ജയിക്കും ഇവര്. അതുകൊണ്ടാണ് ജയിക്കുന്നു പറയുന്നത്. നല്ലൊരു ഇതാണ് ഭരണം ഇവര് കാഴ്ചവെക്കുക. ജനങ്ങൾക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ. കാരണം വെച്ച് കഴിഞ്ഞാല് നീതിക്ക് വേണ്ടി സംസാരിച്ച ആളാണല്ലോ. ആര് ജയിച്ചാലും ബേപ്പൂര് ഒരു സാഹചര്യത്തിൽ മാറ്റം ആവശ്യമാണ്. PV അൻവറെ ഇവിടെ നിന്ന് എപ്പം തോറ്റെന്ന് ചോദിച്ചാൽ മതി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ CPM-ന്റെ കോട്ടാണ്, എന്നെ കൊണ്ട് തന്നെ പറയുന്നത്. ഒരു ചാൻസ് പ്രതീക്ഷിക്കുന്നു. മാറ്റം ആവശ്യമാണോ? ആവശ്യം നിർബന്ധമാണ്. ഈ പ്രാവശ്യങ്ങളിൽ മാറ്റി ചിന്തിക്കേണ്ട സമയമായിരുന്നു. നിലമ്പൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജയിക്കാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറയുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല. കുറഞ്ഞില്ലേ? കുറച്ച് കുട്ടിയെ കളിക്കാനും അതും ഇതൊക്കെ അല്ലാതെ വേറെ നാട്ടുകാർക്ക് ഗുണമുള്ള കാര്യങ്ങളൊന്നുമില്ല. അന്നേരം കൊണ്ട് വികസന കാര്യത്തിലൊക്കെ കൊണ്ടുവരും, ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. PV അൻവർ മത്സരിച്ചാല് കഴിച്ചിലാവും. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു വ്യക്തിയാണ്. എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിട്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. PV അൻവറല്ല ആര് മത്സരിച്ചാലും ഈ റിയാസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിയാണ്. ഇപ്പൊ ഫസ്റ്റ് ഉണ്ട്, വാട്ടർ ഫസ്റ്റ് ഉണ്ട്, ഇതൊക്കെ പോയാൽ വികസനം കാണാം. ഇതൊരു ഇടതുപക്ഷ കോട്ടയാണ്. ഇത് ഇടതുപക്ഷ കോട്ടാണ്. പക്ഷെ എങ്കിലും മത്സരിക്കണം എന്ന് പറയുന്നുണ്ട്. മത്സരിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ചേഞ്ച് ആവണത്. വിജയിക്കണം എന്നാണ് ഞങ്ങളെ തീർപ്പ്. റോഡൊക്കെ വികസനം കൂടുതലാണ്. അതാണ് തീർച്ചയായിട്ടും. ഇത്രയും ജനപ്പെരുപ്പുള്ള സ്ഥലമാണ്, കൂടുതൽ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാളാണ് അയാൾ. അപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്ത് ഒരു ആവശ്യമാണ്. PV അൻവർ വായുപോയ കൊടാളല്ലേ, അയാൾക്ക് എന്തും പറയാലോ. അയാൾ ആരാണ്? നാട്ടിൽ തന്നെ അയാൾക്ക് എന്താ ഉള്ളത്? ഒരു സംസ്ഥാന ഓഫീസ് വരെ നിലനിർത്താൻ പറ്റാത്ത അയാളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവാണ്. അയാളെ ഓഫീസിനെ നിലനിർത്താൻ കഴിയുന്നില്ല. ഒരു ജനങ്ങളുടെ ഇടതുപക്ഷ അനുയായിയാണ്. തീർച്ചയായിട്ടും അത് തുറന്നു പറയാൻ കാര്യമുണ്ടല്ലോ. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോ നിൽക്കുന്നത് ബേപ്പൂർ മണ്ഡലത്തിലാണ്. PV അൻവർ ഇടതുപക്ഷത്തോട് ഉടക്കിയതിനു പിന്നാലെയാണ് പരസ്യമായി ഞാൻ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞത്. ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ മത്സരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. ബേപ്പൂർ ഒരു മാറ്റം ആവശ്യമുണ്ടോ എന്നെ ചോദ്യം. എന്റെ അഭിപ്രായത്തിൽ മാറ്റം ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം കഴിഞ്ഞ 5 വർഷം മുമ്പ് റിയാസിനോട് മന്ത്രിയായിട്ട് ജയിപ്പിക്കുമ്പോൾ നമ്മളെ കാഴ്ചപ്പാട് എന്തായിരുന്നു? വികസനമായിരുന്നു ഉദ്ദേശിക്കുന്നത്. വികസനത്തിന് പകരം ഇവിടെ വന്നത് ഇപ്പം ഈ 5 കൊല്ലം കൊണ്ട് വാട്ടർ ഫെസ്റ്റ് എന്ന സംഭവത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതുവരെ എന്ത് ചെയ്തില്ല. അടിസ്ഥാനപരമായുള്ള കുറെ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തില്ല ഇതുവരെ. ഇവിടെ PV അൻവർ മത്സരിക്കുമെന്ന് PV അൻവർ ഇടതുപക്ഷത്തോട് ഉടക്കിയ സമയത്ത് വരെ പറഞ്ഞു തുടങ്ങിയാണ്. PV അൻവർ ഇവിടെ മത്സരിച്ചാൽ സപ്പോർട്ട് കിട്ടും. പക്ഷേ അൻവർ സാഹിബ് എന്ത് ചെയ്യണം? കുറച്ച് പക്വതയോടുകൂടി പെരുമാറണം. സപ്പോർട്ട് കിട്ടുന്നു എന്തുകൊണ്ടാണ് പറയുന്നത്? ജനങ്ങൾക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ. കാരണം വെച്ച് കഴിഞ്ഞാല് നീതിക്ക് വേണ്ടി സംസാരിച്ച ആളാണല്ലോ. സർക്കാർ അത് കണ്ടില്ല എന്നുള്ളതാണ്, അവരെ കൂടുതൽ ആൾക്കാരെ കണ്ടില്ല എന്നുള്ളൂ. പക്ഷെ ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ കുറെ അറിയാം. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് കിട്ടും. പക്ഷെ അൻവർ സാഹിബ് ചെയ്യേണ്ട പണി എന്താ വെച്ച് കഴിഞ്ഞാല് അനാവശ്യമായ ഡയലോഗുകളും മറ്റുള്ളതൊക്കെ മാറ്റിവെച്ച് പക്വതയോട് കൂടിയിട്ട് പെരുമാറണം എന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം മാറ്റിവെച്ച് പക്വതയോടെ പെരുമാറും തോന്നുന്നുണ്ടോ? പ്രതീക്ഷിക്കാലോ, മനുഷ്യന്മാരല്ലേ. മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവല്ലോ മനുഷ്യന്മാർക്ക്. തീർച്ചയായിട്ടും മാറ്റം വരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇപ്പോൾ ഇവര് എത്ര കൊല്ലത്തോളം ഇവര് മത്സരിച്ചുകൊണ്ടിരുന്നു, ജയിച്ചുകൊണ്ടിരിക്കുന്നു. ബേപ്പൂര ഈ റോഡ് കണ്ടില്ല നിങ്ങള്? ഈ റോഡിനൊരു വികസനം ഇല്ല. എത്രയോ കൊല്ലമായി ഇവിടെ PV അൻവർ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് അഭിപ്രായം? ഞാൻ 100% സപ്പോർട്ടാണ്. എന്തുകൊണ്ടാണ് 100%? കാരണം ജയിക്കും. എന്തുകൊണ്ടാണ് PV അൻവർ ജയിക്കുന്നു? മറ്റേ റിയാസിനായിട്ട് ഒരു നല്ലൊരു മത്സരം കഴിച്ചേക്കാൻ പറ്റും. റിയാസുമായിട്ട് നല്ലൊരു മത്സരം കഴിച്ചേക്കാൻ പറ്റും. ഇവിടുത്തെ വികസനങ്ങളൊക്കെ എങ്ങനെയാ? വികസനം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്ന് വള്ളംകളിയും മറ്റേ ഇത് ബോട്ട് റേസിംഗ് മാത്രമേ ഉള്ളൂ, വേറെ വികസനമൊന്നുമില്ല. ഈ മറ്റേ റീൽസ് എടുത്തിട്ട് വിടാനുള്ള വികസനം വേറെ ഒന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ തന്നെയുള്ളൂ ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിയാൽ വികസനം. ഞാൻ എത്ര കൊല്ലമായി ഇവിടെ. അപ്പൊ റോഡ് ബേപ്പൂർ മുതൽ കോഴിക്കോടുള്ള റോഡൊക്കെ ഒരു മാറ്റമില്ല. എത്ര കൊല്ലമായിട്ട് മാറ്റം ആവശ്യമാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആവശ്യം. അൻവറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അൻവറിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. പക്ഷെ അൻവറിന്റെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അവൻ ചെയ്ത പഴയ കാര്യങ്ങൾ അത് ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ അൻവർ നല്ല ആളാണ്, നല്ല വ്യക്തിയാണ്. അൻവർ മത്സരിക്കണം, ജയിക്കും. ആവശ്യമാണ്. എന്തുകൊണ്ട് ആവശ്യമാണെന്ന് പറയുന്നത്? ആവശ്യം എന്ന് പറഞ്ഞാൽ വികസനം ഒന്നും നടക്കുന്നൊന്നുമില്ല. PV അൻവർ ഇവിടെ മത്സരിച്ചാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? PV അൻവർ മത്സരിച്ചാല് കഴിച്ചിലാവും.
PV അൻവർ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വ്യക്തിയാണ്. ഇപ്പൊ നിലമ്പൂരൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അവർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടെ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയല്ല ഞാൻ പറയുന്നത്. ഈ പ്രാവശ്യമെങ്കിലും മാറ്റി ചിന്തിക്കേണ്ട സമയമായിരുന്നു. PV അൻവർ ഇവിടെ മത്സരിക്കുമെന്ന് പറയുന്നത് എന്താണ് അഭിപ്രായം? ഒരിക്കലും ജയിക്കൂല. PV അൻവറിനെ ഇവിടെ ജനങ്ങൾ വിലയിരുത്തില്ല. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും എന്താ വെച്ചാൽ അവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിച്ച ആൾക്കാരൊന്നും ജയിച്ചിട്ടില്ല ഇത്രയും കാലമായി. ഇനി PV അൻവർ ഇവിടെ ഒരിക്കലും ജയിക്കൂല എന്ന് കയറി ഞാൻ ഇപ്പോഴേ പറയും. ആ ലെവലിൽ പറയാം. ഫറൂഖും കടലുണ്ടിയൊക്കെ CPM പെട്ട വാർഡുകൾപ്പെട്ട അങ്ങനത്തെ ഉള്ള ആൾക്കാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ CPM അങ്ങനത്തെ വരുന്ന ആൾക്കാരാണ് ഫറൂഖും ബേക്കും. നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് എങ്ങനെയാണ് ജയിക്കില്ല എന്ന് പറയാൻ കാരണം? ഞാൻ തീർച്ചയായിട്ടും PV അൻവർ ഇവിടെ ജയിക്കൂല. അത് എങ്ങനെ പറയാൻ കഴിയും? പറയാൻ കാരണം എന്താ വെച്ചാൽ നിലമ്പൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജയിക്കാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറയുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല. കുറഞ്ഞില്ലേ? കുറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഗ്യാരണ്ടി പറയാൻ കഴിയും? സ്വദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മാറ്റങ്ങളും ജനങ്ങൾക്ക് വ്യക്തികൾക്ക് അനുസരിച്ചിട്ടാണ് വോട്ട് ചെയ്യുക. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ പറയും. തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടായിട്ടാണ് ജനങ്ങൾക്ക് മാറ്റം. അതാണ് ജനങ്ങളും നിങ്ങൾ പറയും. നിങ്ങൾ ബേപ്പൂർ മണ്ഡലമാണ്. ബേപ്പൂർ മണ്ഡലത്തിന് മാറ്റം ആവശ്യമാണ് നിങ്ങൾ പറയുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ മാറ്റമല്ല, മൊത്തത്തിൽ കോർപ്പറേഷൻ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിച്ചിലായി. വീണ്ടും CPM എന്നാണ് വരുന്നത്. അവിടെ മാറുന്ന ഒരുപാട് പോയി. അതാണ് എന്നിട്ടും ഭരണം പോയില്ല. അല്ല, ഭരണം പോവല്ല. ഇതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സാണ്. ചിലപ്പോൾ മാറ്റി ചിന്തിക്കാവുള്ളൂ. അതെ, ചിന്തിക്കുള്ളൂ. പക്ഷെ നിയമസഭയിലേക്ക് വരില്ല ആ സംഗതി. ഇവിടെ ബേപ്പൂരില് നിയമസഭ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറയും ഇല്ല, ഒരിക്കലും വരില്ല. ഞാൻ ഗ്യാരണ്ടി ഇപ്പോൾ ഞങ്ങൾ നിയമസഭ വരുമ്പോൾ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി എപ്പോഴും പറയാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇങ്ങനെ ആവുമെന്ന് ചിന്തിച്ചായിരുന്നു? ഇല്ല. അപ്പൊ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ആവൂല എന്ന് ചിന്തിക്കാൻ പറ്റുമോ? അത് ചിന്തിക്കുവാൻ ഞാൻ നിയമസഭയും തെരഞ്ഞെടുപ്പ് രണ്ട് വ്യത്യാസം ലെവലിലാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ വ്യത്യാസം തന്നെയല്ലേ? അതേ വ്യത്യാസം. ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം. അതെ, ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇത് രണ്ട് മാറ്റങ്ങളുണ്ട്. വ്യക്തിക്കും വ്യക്തിത്വത്തിനും അനുസരിച്ച് മാറ്റത്തിനുള്ള വോട്ടാണ് ജനങ്ങൾ ചെയ്യുന്നത്. ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആ ലെവലിലാണ് മാറ്റം വരണം എന്നാ പറയുന്നത്. PV അൻവർ ഒരിക്കലും ഇവിടെ നിന്ന് ജയിക്കില്ല. മാറ്റം വരണം എന്നാ പറയുന്നത്. മാറ്റം വരുമെന്ന് സംശയമാണ്. ചിലപ്പോൾ പ്രാവശ്യം വരുന്ന ഇപ്പൊ കഴിഞ്ഞ മനോരമയില് ഒരു സർവേ വന്ന് മറ്റേ UDF 88 2 സീറ്റ് BJP കിട്ടും, പിന്നെ ബാക്കിയുള്ള LDF-നാണ്. അതൊന്നും പറയാൻ പറ്റില്ല. മനോരമ എത്ര കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പല ചരിത്രങ്ങളും മാറിയിട്ടുണ്ട്. ഇവിടെ മാറാൻ പ്രയാസമായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? ഇത് ഇടതുപക്ഷത്തിന്റെ ഉറച്ചൊരു സീറ്റാണ്. ആയിക്കോട്ടെ, എങ്കിലും PV അൻവർ എന്ന് പറഞ്ഞ ആള് കോഴിക്കോട് മത്സരിക്കാത്ത ഒരാളാണ്. എന്തായാലും പാർട്ടിന്റെ വോട്ട് പാർട്ടി പിടിക്കും. പാട്ടിനോട്ട് പാട്ട് പിടിക്കും. വേറെ വാർത്ത. നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണോ? ഏത് പക്ഷം അനുയായിയല്ല. ഇവിടുത്തെ ബേപ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ള ഇടതുപക്ഷമാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത് മാറ്റം വ്യത്യാസമാണോ? മാറ്റം ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പൊ ബേപ്പൂര് വികസനം നോക്കുമ്പോൾ മാറ്റത്തിന്റെ ആവശ്യമില്ല. മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് മാറ്റം ആവശ്യം എന്ന് പറയുന്നത്? മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഒരു ഫലം നോക്കാന്നുണ്ടെങ്കിൽ മാറ്റം ആവശ്യമാണ്. PV അൻവർ മത്സരിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് അഭിപ്രായം? മൂപ്പര് മത്സരിക്കണം, എന്നാലേ ടൈറ്റ് മത്സരം ആവുള്ളൂ. റിയാസിന് ഒരു ഇത് കിട്ടുള്ളൂ. മത്സരിക്കണം എന്നാണ് പറയുന്നത്. മത്സരിക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ മത്സരിക്കണം എന്ന് പറയുന്നത്? ഇതൊരു ഇടതുപക്ഷ കോട്ടയാണ്. ഇത് ഇടതുപക്ഷ കോട്ടാണ്. പക്ഷെ എങ്കിലും മത്സരിക്കണം എന്ന് പറയുന്നത് മത്സരിക്കാന്ന് പറഞ്ഞ ഒരു ചേഞ്ച് ആവണത് ആണ്. ചേഞ്ച് ആയേ പറ്റൂ. ഈ ചേഞ്ച് ആവണം എന്ന് പറയുന്നതിന് പോയിന്റ് എന്താണ്? ഇവിടെ ഇപ്പൊ എന്ത് പുരോഗമനമുള്ള? മൂപ്പര് ഇപ്പൊ ഇവിടെ 5 കൊല്ലം നിന്ന് എന്താ നടന്നത്? നമ്മളെ ബേപ്പൂര് മണ്ഡലത്തില് മൂപ്പര് റോഡ് ഷോ നടത്താന്നല്ലാതെ വേറെ എന്ത് ഷോ നടത്തിയ ഇവിടെ? മൂപ്പര് എന്തെങ്കിലും ഒരു പുരോഗമനം കൊണ്ടുവരണ്ടേ? എന്താ കൊണ്ടുവന്ന ഇവിടെ? റിയാസ് മാറ്റം വരണം. ബേപ്പൂരിന് ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? എന്തുകൊണ്ട് പറഞ്ഞാല് ഇപ്പോഴത്തെ ഭരണത്തില് പിണറായി ഭരണത്തിൽ, രണ്ടാം സർക്കാരിന്റെ ഭരണത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഇല്ല എന്നാണ്. ഇപ്പോൾ പെൻഷൻ 2000 രൂപയായി. അതുപോലെ ഇനി വരുന്ന 35 വയസ്സുള്ള സ്ത്രീകൾക്ക്. എന്തുകൊണ്ടാണ് അപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയാനുള്ള കാരണം പാർട്ടി പോപ്പുലർ ഫ്രണ്ട് പോലെ വർഗീയ പാർട്ടികളായിട്ട് കൂട്ടുകെട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കാം കൂടുതലും സീറ്റ് കുറയാനുള്ള കാരണം. അപ്പൊ അതേപോലെ ഇനിയിപ്പോ നിയമസഭയിലും വരുമെന്നാണ് പറയുന്നത്. പറയാൻ കഴിയില്ല. മൂന്നാമത് സർക്കാർ എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് നമ്മൾ മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ വരൂല എന്ന് ചിന്തിക്കുന്ന സമയമാണ്. അത് മൊത്തം മാറിപ്പോയി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭ ഒരു മാറ്റം ഉണ്ടാവും. കാരണം ഈ എന്ത് മാറ്റം ഉണ്ടാവും? കാലാകാലങ്ങളായിട്ട് നിർത്തുന്ന സീറ്റ് വരെ പോയി. തീർച്ചയായിട്ടും. പിന്നെ എന്ത് മാറ്റം? തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയിട്ട് നിയമസഭയിലേക്ക് പോകണ്ട. പാർട്ടി പഠിക്കുന്നില്ല. അതായത്
വലിയ രീതിയിലേക്കുള്ള ആഘാതം ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന രീതിയിലേക്ക് ഭരണം പോയിട്ടാണ് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞത്. പാർട്ടിക്ക് ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് സർക്കാർ ഇപ്പോഴും പോയിട്ടില്ല. ഇല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനോ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുയായിയോ വലതുപക്ഷ അനുയായിയോ അല്ല. ഞാൻ പറയുന്നത് കാലാകാലങ്ങളിലുള്ള ഒരു മാറ്റത്തിന് അപ്പുറത്തേക്ക് നല്ല രീതിയിലേക്ക് ഇടതുപക്ഷ സർക്കാർ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. റോഡുകൾ നല്ല രീതിയിലേക്ക് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ്. തോൽക്കാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഈ പോപ്പുലർ ഫ്രണ്ട് പോലെ അത് ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലേക്ക് തീക്കനലിടും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ചില വാർഡുകളില് ഈ വ്യക്തികൾക്ക് ഒരു കൂട്ടായിട്ട് വരുന്ന ഒരു വാർഡും ഒരു വ്യക്തിയും ഇല്ല. ഇടതുപക്ഷത്തിന്റെ കോട്ട പൊളിയ എന്ന് പറയുന്ന കോട്ട പൊളിച്ചു. തൃശ്ശൂർ മണ്ഡലം കോട്ട പൊളിയില്ല ഈ പ്രാവശ്യം. പറഞ്ഞാൽ ഇവിടെ വലിയ ഇത് വരുമെന്നുള്ളതാണ് അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? അവിടെ ജയിക്കുമോ? എന്റെ അഭിപ്രായം ജയിക്കാൻ സാധ്യത ഉണ്ട് അൻവറായം കൊണ്ട്. എന്താണ് അൻവറായതിനെ കൊണ്ടെന്ന് പറയുന്നത്? അൻവറായം കൊണ്ട് വികസന കാര്യത്തിലൊക്കെ കൊണ്ടുവരും, ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ നിലവിലുള്ള വേപ്പൂര് അവിടെ കുറച്ച് കുട്ടികൾ കളിക്കാനും അതും ഇതൊക്കെ അല്ലാതെ വേറെ നാട്ടുകാർക്ക് ഗുണമുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ബേപ്പൂർ മണ്ഡലക്കാരനായതുകൊണ്ട് തന്നെ പറയണേ? ബേപ്പൂർ മണ്ഡലത്തിലാണ്, വാർത്തോട്ടാണ്. മാറ്റം ആവശ്യമുണ്ട്. എന്തുകൊണ്ടാ മാറ്റം ആവശ്യമുണ്ടെന്ന് പറയുന്നത്? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. PV അൻവർ ഇവിടെ സ്ഥാനാർത്ഥിയാവും എന്ന് പറയുന്നുണ്ട്. എന്താണ് അഭിപ്രായം? PV അൻവർ സ്ഥാനാർത്ഥിയായിട്ട് എന്തായാലും ജയിക്കുമെന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടാണ്. PV അൻവർ നിന്നാലും കഴിച്ചിലാവുന്നില്ല. ഇല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കഴിച്ചിലാവുന്ന പറയുന്നത് ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ടാണ് ബേപ്പൂർ നിയോജകമണ്ഡലം. ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പല സ്ഥലങ്ങളും മാറി ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അതുമാതിരി ചിന്ത ഇവിടെ നടന്നിട്ടില്ലല്ലോ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ജയിച്ച ഇടതുപക്ഷല്ലേ. പക്ഷേ സീറ്റ് കുറഞ്ഞില്ലേ ഒരുപാട്? പക്ഷെ ഇവിടെ കുറഞ്ഞിട്ടില്ലല്ലോ, ഒരുപാടല്ലേ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ ഈ ബേപ്പൂര് മണ്ഡലം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, കടലുണ്ടിയുണ്ട്, മറ്റേ ഫറൂഖ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അവിടെ ഒന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം തന്നെ അത് പ്രതിഫലിക്കണ്ടേ? പ്രതിഫലിച്ചിട്ടുണ്ടല്ലോ. എവിടെ പ്രതിഫലിച്ചു? ബേപ്പൂർ മണ്ഡലത്തിൽ പ്രതിഫലിച്ചിട്ടില്ലല്ലോ. ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഉള്ളത് എന്താ പറയാ, ഒരു നല്ല ഭരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് നല്ല ഭരണമായിട്ട് തോന്നുന്നില്ല പറയണേ? അങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചാല് ടോട്ടലി ഇപ്പൊ കേരള ആയാലും ശരി, എല്ലാതാണെങ്കിലും ശരി, എങ്ങനെ നോക്കിയാലും ഞാൻ ഹാപ്പി അല്ല ഒരു കാരണവശാലും. നിങ്ങൾ ഹാപ്പി അല്ല? അല്ല. PV അൻവർ മത്സരിച്ചാല് വ്യത്യാസം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഒരു ചാൻസ് പ്രതീക്ഷിക്കുന്നു. ആണ്. മാറ്റം ആവശ്യമാണോ? ആവശ്യം, നിർബന്ധമാണ്. പരമായിട്ട് ഒരുപാട് മാറ്റം വന്നിക്കണല്ലോ. എന്ത് മാറാനാണ് ഇനി മാറിക്കൊണ്ട് റിയാസ് അത് ക്ലിയർ ചെയ്തുകൊണ്ട് ആണ്. എന്താണ് റിയാസ് എന്നെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ തന്നെ പോയാൽ മതി. അതിനെ പറ്റി പറയണ്ട. അവിടെ പോയാൽ മനസ്സിലാവും. ഇപ്പൊ ബെസ്റ്റ് ഉണ്ട്, വാട്ടർ ബെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ പോയാൽ വികസനം കാണാം. ഒരു മാറ്റം ആവശ്യമാണ്. കുറെ ആയില്ലേ മാറ്റം ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടാ കുറെ ആയില്ലേ മാറ്റം? വികസനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വികസനം കുറവായത് കൊണ്ടാണ് മാറ്റം ആവശ്യമാണെന്ന് പറയുന്നത്. PV അൻവർ ബേപ്പൂർ മത്സരിച്ചാൽ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. PV അൻവർ എന്നല്ല, ആരാണ് ജയിക്കുന്നോ ആര് ജയിച്ചാലും ബേപ്പൂര് ഒരു സാഹചര്യത്തിൽ മാറ്റം ആവശ്യമാണ്. ബേപ്പൂര് വികസനം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ വികസനം കിട്ടിയില്ല എന്ന് പറയുന്നത്? വികസനം ഇതുവരെ വന്നിട്ടില്ല. വികസനം വരാനും വേണ്ടി കുറെ ആളുകൾ അതിന് പരിശ്രമിച്ചിട്ടുണ്ട്. വികസനം വരാൻ ആവശ്യമാണ്. PV അൻവർ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? PV അൻവർ നിന്നാലും ആര് നിന്നാലും വികസനം ആവശ്യമാണ്. എൻ്റെ മാറ്റം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ, ഈ മന്ത്രി നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട് മന്ത്രി. ഇവിടെ PV അൻവർ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായി ചോദ്യം ചോദിക്കുന്നത്. PV അൻവറല്ല ആര് മത്സരിച്ചാലും ഈ റിയാസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യക്തിയാണ്. മണ്ഡലത്തിന് വേണ്ടി ചെയ്യാന്നുള്ളതാണല്ലോ പ്രശ്നം. അത് അയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. PV അൻവറെ ഇവിടെ നിന്ന് എപ്പം തോറ്റെന്ന് ചോദിച്ചാൽ മതി. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഇവിടെ CPM-ന്റെ കോട്ടാണ്. അതിനെ കൊണ്ട് തന്നെ പറയണത്. ഇപ്പം ഞാൻ മാത്രമല്ല, അടുത്ത നിയമസഭക്ക് ഓനൊന്നും ഒരു കാര്യമില്ല, ജയിക്കൂല. ഓൻ്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ. കാലമാറ്റം, കൂറുമാറ്റം, മറ്റേ മാറ്റം വേണം. എന്തുകൊണ്ടാ വേണമെന്ന് പറയുന്നത്? ഞാൻ എന്തായാലും അയാളെ പിന്നെ കാണാനുള്ള ഒരു ശ്രമം നടത്തണം. കാണാനുള്ള ശ്രമം നടത്തണം. എന്തിനാണ് അൻവറിനെ കാണാനുള്ള ശ്രമം നടത്തുന്നത്? ഞാൻ അത് ഇപ്പോഴും പിന്നെ പറയാൻ തയ്യാറല്ല. എന്തുകൊണ്ടാ തയ്യാറാവാത്തൊരു പ്രശ്നം? PV അൻവറിനെ കാണണം എന്ന് പറയുന്നത് ബേപ്പൂർ മണ്ഡലമാണ് നിങ്ങളല്ലേ? അപ്പോ നിങ്ങൾ PV അൻവറിനെ കാണണം എന്ന് പറയുന്നുണ്ടോ? ഞാൻ പിന്നെ വീരാങ്കോയ ജയിച്ച് 9 സീറ്റ് 9 വീരാങ്കോയ നല്ലതാണ്. അൻവർ മത്സരിക്കണമെന്നാണ് പറയുന്നത്. മത്സരിക്കണം. ഒരു മാറ്റം വരണം. മാറ്റം വരണം. എന്തുകൊണ്ടാ മാറ്റം വരണം എന്ന് പറയുന്നത്? മാറ്റം വരാറ് ഇപ്പൊ തീരദേശ റോഡിൻ്റെത് ഇപ്പൊ നമ്മൾ ഈ പൊതുമേഖല കുറെ ഇവിടെ ഇത് സർവേ കുത്തിട്ട്
അതിൻ്റെ ഒന്നും ഒരു മാറ്റത് റോഡ് വികസനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതൊന്നും വന്നിട്ടില്ല ഇവിടെ. നമ്മൾ പൊതു മറ്റേ ജനങ്ങളായിട്ട് പറയാണ്, അല്ല രാഷ്ട്രീയ പ്രവർത്തനമായിട്ടില്ല. ഒരു മേഖലയിൽ ഒരു വീതി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി, കുറച്ചായി, ഇതുവരെക്കും ആയിട്ടില്ല ഇവിടെ. കുറേ വണ്ടികൾ പെരുകുന്നു ഇവിടെ. ഈ ഏരിയയിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ ആക്സിഡന്റുകളും കുറേ വണ്ടികൾ, കുറേ യാത്രക്കാർ പോകുന്നതും ഒക്കെ കണ്ട് നമ്മൾ മുന്നിൽ തന്നെ കുറേ ആക്സിഡന്റുകൾ കുറെ ഉണ്ടായിട്ട്. ഞാൻ ചോദിക്കുന്നത് പി വി അൻവർ, നിങ്ങൾ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, പി വി അൻവർ ബേപ്പൂർ മത്സരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ മത്സരിച്ചാൽ വിജയിക്കണം എന്നാണ് ഞങ്ങളെ ഉറപ്പ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതൊരു ഓരോരുത്തർ വ്യക്തികളും പല ഇതായിട്ടുള്ളതാണ്. പിന്നെ ഒരു കുറെ കാലമില്ല ഇവിടെ വികസനം വരണം എന്നുള്ളതിലൊക്കെ. അതിൽ പുള്ളിക്കാരൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അറിയില്ല. അല്ല, മത്സരിച്ചാൽ എന്നാ എന്റെ ചോദ്യം. നിൽക്കുകയില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചോദിക്കും മത്സരിച്ചാൽ അത് പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ വിട്ട സമയത്ത് തന്നെ ബേപ്പൂർ ഞാൻ മത്സരിക്കുമെന്ന് പറയാം. മത്സരിച്ചാൽ വിജയിക്കട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. മാറ്റങ്ങൾ ആവശ്യം നമുക്ക് റോഡൊക്കെ വികസനം കൂടുതലാണ് അതാണ് തീർച്ചയായിട്ടും. ഇത്രയും ജനപ്പെരുപ്പുള്ള സ്ഥലമാണ്, കൂടുതൽ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. ടൂറിസം മേഖലക്കുള്ള വികസനം ഉണ്ട്, പിന്നായിട്ട് അതിന്റെ പിന്നറിയായിട്ട് ബാക്കിയുള്ള വികസനം വരുന്നതാണ് ആ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങളെ നിൽക്കുന്നത്. ഇവിടുത്തെ റോഡിന്റെ വികസനം പെട്ടെന്ന് വേണം. പി വി അൻവർ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്, എന്താണ് അഭിപ്രായം? പി വി അൻവറൊക്കെ അനുസരിച്ച് കഴിഞ്ഞാല് അഭിപ്രായത്തിൽ പ്രശസ്തനാണ്, കുറച്ച് വോട്ടുകൾ കിട്ടും. ഇപ്പോൾ ഉള്ളത് 10 കൊല്ലത്തിൻ്റെ ഇതിൽ കുറച്ച് ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഒന്നും കൂടി സഹകരിക്കണം. ഇവിടെ ഇപ്പോൾ ബേപ്പൂർ വന്ന ഫെസ്റ്റിവല് ഈ 10 കൊല്ലത്തിൻ്റെ ഭരണത്തിൽ വന്നതിൽ ഏറ്റവും ബെറ്ററാണ്. ഇതിന് മുന്നേ വന്നതൊന്നും ഇത്ര ഒരു വിപുലമായിട്ടും പുറത്തുനിന്നുള്ള ആളുകളെ ആകർഷിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ബേപ്പൂർ വന്നത് ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഫെസ്റ്റിവലും കാര്യങ്ങളും നടക്കുന്നത് നല്ല തീരുമാനത്തിലാണ്. അതുകൊണ്ട് ഇദ്ദേഹം തന്നെ വന്നാൽ മതി എന്ന് പറയണേ, റിയാസ് തന്നെ വന്നാൽ മതി എന്ന് പറയണേ. അങ്ങനല്ല, റിയാസ് തന്നെ വരണമെന്നല്ല പറഞ്ഞത്. ഇതില് നല്ല നല്ല മാറ്റങ്ങൾ വരുത്തിക്കുന്ന ആളുകൾ ആരാണ്? അപ്പോ റിയാസിനെ മാറ്റി ചിന്തിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, റിയാസിനെ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. വികസനം കുറച്ചുകൂടെ കൊണ്ടുവരണം. കുറച്ചുകൂടെ പറയുന്നത് റോഡൊക്കെ വളരെ മോശമാണ്. റോഡ് മോശം എന്നല്ല, ഇതിനേക്കാളും മോശമായിരുന്നു ഇതിനു മുമ്പ്. കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തി. ഇനി ഇതിന് 2 വരിപ്പാതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സ്ഥലമൊക്കെ എക്വയർ ചെയ്ത് പോയതാണ്. ഇനി അതിന്റെ പണി നടക്കാനുള്ളൂ. അപ്പോൾ ഫണ്ട് കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. വികസനം അത്യാവശ്യമാണ്, വികസനം നിർബന്ധം. പി വി അൻവറിന് എൻ്റെ ഒരു അവസരത്തിൽ സ്വന്തം നാട്ടിൽ മത്സരിക്കുക നല്ലത്. കാരണം ഇവിടത്തിനെക്കാട്ടും ജനപ്രീതി അയാൾക്ക് അവിടെ ഉള്ളത്. അവിടെയാണ് അയാളെ വികസനം കാര്യം നിലമ്പൂർ ഭാഗങ്ങളിലും. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പി വി അൻവർ കൊടുവള്ളി കൊടുക്കുക. ഇവിടെ നിന്നാലോ? ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നിഷ്പക്ഷവാദിയാണ്, ഒരു പാർട്ടിൻ്റെ അംഗത്വം മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പുറത്തുനിന്ന് വന്ന ഒരാളെ സ്വീകരിക്കാൻ ഒരു മടിയുള്ള ഒരു സ്ഥലമാണ്. ആവശ്യമുണ്ട്. എന്തുകൊണ്ടാ? ഇപ്പോഴത്തെ അഴിമതി ഭരണമാണ് ഇപ്പോഴത്തെ ഭരണം. അതിനെക്കൂടെ ഒരു മാറ്റം വേണം. എന്തുകൊണ്ടാണ് മാറ്റം വരണം എന്ന് പറയുന്നത്? നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ അതാണ്. പി വി അൻവർ ഇവിടെ മത്സരിക്കുമെന്ന് മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. നിലമ്പൂരിലെ പി വി അൻവർ ബേപ്പൂരിൽ മത്സരിച്ചാൽ എന്താണ് അഭിപ്രായം? സുഖമായിട്ട് ജയിക്കും. ഇവര് അതുകൊണ്ടാണ് ജയിക്കും എന്ന് പറയുന്നത്. നല്ലൊരു ഇതാണ് ഭരണം ഇവര് കാഴ്ചവെക്കാം. ജയിച്ചു കഴിഞ്ഞാല് അതുകൊണ്ട് അങ്ങനെ കൃത്യമായി പറയുന്നത് നല്ലൊരു മനുഷ്യനായിട്ടാണ് പറഞ്ഞത്. മറ്റേപ്പോ അഴിമതി ഭരണം ഇപ്പൊ നടക്കുന്നത്. ഭരണം വേറെ ബേപ്പൂർ മണ്ഡലത്തിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിന്റെ ഒരു ആവശ്യമില്ല എന്നല്ല. ഇല്ലാന്നാ. അപ്പൊ ഇതേപോലത്തെ തുറന്നു പോകണമെന്നല്ല. എങ്ങനെ ഇതേപോലത്തെ ഈ ഭരണം തന്നെ തുറന്നു പോകണം. തുടർന്നു പോകും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? റിയാസൊക്കെ നല്ല സ്കോപ്പുണ്ട്. റിയാസോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ബേപ്പൂർ പോർട്ട് മുതൽ എല്ലാ കാര്യങ്ങളും വികസനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ റിയാസാണ്. അതുകൊണ്ട് റിയാസിനെ ജയിക്കണം. റിയാസ് ജയിക്കണം. ഒരിക്കലും ഇല്ല. എന്തിനു മാറ്റം? ഈ കാണുന്ന വികസനങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നാണ്. ഈ ബേപ്പൂരിൽ തന്നെ നമ്മൾ വലിയൊരു ഫെസ്റ്റിവൽ, കേരളം അങ്ങോളം അറിയുന്ന ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത്. ടൂറിസ്റ്റ് മേഖലയിൽ അതിയായ വീക്ഷണമല്ല ഇവിടെ. പി വി അൻവർ മത്സരിക്കുമെന്ന് പറയുന്നത് നിങ്ങളും ഒരു ഞാൻ പറയട്ടെ, നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ പി വി അൻവർ ഇവിടെ മത്സരിക്കുന്നു, എന്താണ് അഭിപ്രായം? പി വി അൻവർ കൊടാളല്ലേ, അയാൾക്ക് എന്തും പറയാലോ. അയാൾ ആരാണ്? നാട്ടിൽ തന്നെ അയാൾക്ക് എന്താ ഉള്ളത്? ഒരു സംസ്ഥാന ഓഫീസ് വരെ നിലനിർത്താൻ പറ്റാത്ത അയാളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവാണ്. അയാളെ ഓഫീസിനെ നിലനിർത്താൻ കഴിയുന്നില്ല. പിന്നെ അയാൾ ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് എന്ത് ഇടപെടലാണ് നടത്തി? കേരളത്തിൽ കുറേ കാര്യങ്ങൾ പറയാം അയാൾ. ആ വാക്കുകളൊന്നും ജനങ്ങളുടെ ഇടയിൽ വില പോകുന്നില്ല. ഇവിടെ ഒരു ജനങ്ങളുടെ ഇടതുപക്ഷ അനുയായിയാണ്. തീർച്ചയായിട്ടും അത് തുറന്നു പറയുന്ന കാര്യമുണ്ടല്ലോ. ബേപ്പൂരിന് ഒരു മാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ട് ബേപ്പൂരിൽ മാറ്റം സംഭവിക്കാൻ.
ഇവിടെ പി വി അൻവർ മത്സരിക്കും എന്ന് പറയുന്നുണ്ട്, എന്താണ് അഭിപ്രായം? മത്സരിക്കട്ടെ, പുതുമുഖങ്ങൾ വരട്ടെ. പി വി അൻവറിനെ മത്സരിക്കും എന്ന് പറയുമ്പോൾ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ്? പുതുമുഖങ്ങൾ വരട്ടെ എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പുറത്തേക്ക് ഇപ്പോൾ എന്ത് പറയാന്ന് വെച്ചാല് മാറ്റങ്ങൾ വരട്ടെ, മാറി ചിന്തിക്കട്ടെ ജനങ്ങൾ. എല്ലാവരും മാറ്റങ്ങൾ വരട്ടെ. എല്ലാ പ്രാവശ്യം ഒരു ഭാഗത്തല്ലല്ലോ, മാറ്റങ്ങൾ വന്നാലല്ലേ ജനങ്ങൾക്ക് എന്ത് ഉപകാരം ഉണ്ടാവുള്ളൂ. വ്യത്യാസങ്ങൾ വരുന്നതാണോ? അതെ അതെ, മാറ്റങ്ങൾ വരണം. നിർബന്ധമായിട്ട് ആവശ്യമാണ്. വോട്ടാണ്, കപ്പൽ നിർമ്മാണശാല വരുന്നതാണ്. അപ്പോൾ ബേപ്പൂരിന് ഒരു പ്രത്യേക പദവി നൽകേണ്ടതാണ്. ആരും വികസനത്തിനെതിരല്ല, എല്ലാവരും വികസനം വരാൻ വേണ്ടി മത്സരിക്കണം. അങ്ങനത്തെ വ്യക്തികൾക്ക് വോട്ട് കിട്ടും. പി വി അൻവർ മത്സരിച്ചാലോ? വോട്ട് കൊടുക്കും. വോട്ട് കൊടുക്കും. എന്തുകൊണ്ടാ വോട്ട് കൊടുക്കും എന്ന് പറയുന്നത്? വികസനം വരാൻ വേണ്ടി ശ്രമിക്കുന്നു പറഞ്ഞതിനെ കൊണ്ട്. പിന്നെ അഴിമതിക്കെതിരെ ഒരു പോരാടുന്ന ആളാണ് അയാൾ. അതുകൊണ്ടാണ് മത്സരിച്ചാൽ വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. കൂടുതൽ ജനങ്ങളും വോട്ട് ചെയ്യും. ആവശ്യമാണ്. അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്ത് ഒരു ആവശ്യമാണ്. പി വി അൻവർ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.